അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിന്റെ അവസാന യാമങ്ങളിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുന്നു. ഈദുൽ ഫിത്ർ നമ്മിലേക്ക് വരാനിരിക്കുന്നു. ഈ സമയത്ത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കൽ അനിവാര്യമാണ്. കാരണം നമ്മിലെ മിക്കവാറും 99% ആളുകൾക്കും നിർബന്ധമാകുന്ന കടമയാണ് ഫിത്ർ സക്കാത്ത്. അതിനെക്കുറിച്ച് ഒരല്പം നമുക്ക് സംസാരിക്കാം. താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ തന്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയ തന്റെ കുടുംബാംഗങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, കടം, പാർപ്പിടം കഴിച്ച് മിച്ചമുള്ളവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. വാങ്ങാനുള്ള അവകാശിയാണെങ്കിലും കൊടുക്കൽ നിർബന്ധമാകുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് കിട്ടുന്ന, മറ്റുള്ളവർ നമുക്ക് തരുന്ന ഫിത്ർ സക്കാത്തിന്റെ അരി തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ഫിത്ർ സക്കാത്തായിട്ട് നമുക്ക് നൽകാവുന്നതാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനി എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യ ആഹാര ധാന്യമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ അരി എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സാഅ് ആണ് നൽകേണ്ടത്. ഒരു സാഅ് എന്നാൽ 4 മുദ്, 200 ലിറ്റർ ആണ് ഒരു സാഅ് എന്ന് പറയുന്നത്. തൂക്കക്കണക്ക് ഒരിക്കലും കൃത്യമായി ഇത്ര എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം നമ്മുടെ അരികളുടെ തൂക്കത്തിന്റെ ഏറ്റവ്യത്യാസങ്ങൾ അരികളുടെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ഇത്ര എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സംശയരഹിതമന്യേ ഒരു 3 കിലോ കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സന്തോഷകരമായി നമുക്ക് ആ കർത്തവ്യം നിർവഹിച്ചു എന്ന രീതിയിൽ നമുക്ക് സമാധാനിക്കാം. ഇനി എവിടെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്നുള്ളതാണ്. ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് നൽകുന്നത്, അവർ എവിടെയാണോ ഈ നിർബന്ധമാകുന്ന സമയത്തുള്ളത്, അവിടെയാണ് അവരുടേതായ ഫിത്ർ സക്കാത്തുകൾ നൽകേണ്ടത്. ശാഫിഈ മദ്ഹബ് പ്രകാരം ഫിത്ർ സക്കാത്തിന്റെ കാശ് നൽകിയാൽ മതിയാവില്ല. സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ചാലും നമ്മുടെ ഫിത്ർ സക്കാത്ത് ഈടപ്പെടുകയില്ല. ഇനി സക്കാത്ത് നൽകുന്ന സമയത്ത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് വളരെ പ്രധാനമാണ്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് നൽകുന്ന സമയത്ത് എന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് ഞാൻ നൽകുന്നു, എന്റെ ഭാര്യയുടെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് ഞാൻ നൽകുന്നു, എന്റെ മോന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ നൽകുന്നു, എന്റെ മോളുടെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് ഞാൻ നൽകുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ആ കർത്തവ്യം നിർവഹിക്കേണ്ടതുണ്ട്. സക്കാത്തിന്റെ ഈ അരി നമ്മൾ മാറ്റിവെക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അവകാശികൾക്ക് നൽകപ്പെടുന്ന സമയത്തൊക്കെ ഈ നിയ്യത്ത് നിർവഹിക്കാവുന്നതാണ്. മക്കളുടെ ഒക്കെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മുതിർന്ന മക്കൾ, ധനവും ജോലിയുമുള്ള നമ്മുടെ മുതിർന്ന പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുടെ ഫിത്ർ സക്കാത്ത് പിതാവ് നൽകുന്ന സമയത്ത് അവരുടെ സമ്മതവും അവരുടെ നിയ്യത്തും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് പെരുന്നാൾ രാവ് തുടങ്ങിയത് മുതൽ പെരുന്നാൾ പകല് അവസാനിക്കുന്നത് വരെയാണ് അതിന്റെ സമയമെന്ന് നാം മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം കഴിയും വരെ പിന്തിപ്പിക്കൽ കറാഹത്താണ്. പകൽ കഴിയും വരെ പിന്തിപ്പിക്കൽ ഹറാമുമാണ്. കർമ്മശാസ്ത്രപരമായ രീതിയിൽ തന്നെ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.